Hello friends, എൻ്റെ പേര് രമ്യ. വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് സിംപ്ലിഫൈഡ്. നമ്മൾ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. പാർട്ട് 1 കാണാത്തവർ തീർച്ചയായും പോയി കാണണം. ഞാൻ ലിങ്ക് മുകളിൽ ഇടുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ 3 പാരാമീറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പൊ നമുക്ക് ഇന്ന് നേരെ 4ാമത്തെ പാരാമീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പൊ 4ാമത്തെ പാരാമീറ്റർ ആണ് ബുക്ക് വാല്യൂ. അതായത് ഒരു കമ്പനി അവരുടെ ഓപ്പറേഷൻസ് എല്ലാം വൈൻഡപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അടച്ചുപൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ അസറ്റുകളെല്ലാം ലിക്വിഡേറ്റ് ചെയ്യും, ക്യാഷ് ആക്കി ലയബിലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് യൂഷ്വൽ പ്രോസസ്. അപ്പൊ അത്തരത്തിൽ ഒരു ഷെയർ ഹോൾഡർക്ക് അയാൾ ഹോൾഡ് ചെയ്യുന്ന ഓരോ ഷെയറിനും കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് കമ്പനിയുടെ ബുക്ക് വാല്യൂ അഥവാ ബുക്ക് വാല്യൂ പെർ ഷെയർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ഫോർമുല നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ അസറ്റ് മൈനസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, അതായിരിക്കും ബുക്ക് വാല്യൂ. ഈ അസറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള സമ്പാദ്യവും ഇൻക്ലൂഡഡ് ആണ്. അതായത് കമ്പനിക്ക് ഒരു പക്ഷെ ബിൽഡിങ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഭൂമി ഉണ്ടാവാം, ചിലപ്പോൾ വലിയ മെഷീനറീസ് ഉണ്ടാവാം. അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലയബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ലോണുകളും, ഷോർട്ട് ടേം, ലോങ് ടേം, വർക്കിംഗ് ക്യാപിറ്റൽ, അത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ലോണുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഫോർമുല നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു റിയൽ പ്രൈസ് ആണ്. റിയൽ പ്രൈസിനോട് സാമ്യമുള്ള ഒരു പ്രൈസ് ആണ് ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതിൽ യാതൊരു വിധത്തിലുള്ള സെന്റിമെന്റ്സോ ഒന്നുമില്ല. നേരെ മറിച്ച് മാർക്കറ്റ് വാല്യൂ, ഒരു ഷെയറിന്റെ മാർക്കറ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് കുറെ സെന്റിമെന്റ്സ് കൂടെ ആഡ് ചെയ്ത പ്രൈസ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അപ്പൊ നമുക്ക് ഈ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂം കമ്പയർ ചെയ്താൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് എത്രത്തോളം പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ നിരാശയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എഫക്റ്റീവ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ടൂളാണ് അടുത്ത പാരാമീറ്റർ, അതായത് പ്രൈസ് ടു ബുക്ക് റേഷ്യോ അഥവാ PB റേഷ്യോ. നമുക്ക് നേരെ ഫോർമുല നോക്കാം. മാർക്കറ്റിലുള്ള ഷെയറിന്റെ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്മളിപ്പോ പറഞ്ഞു ബുക്ക് വാല്യൂ, അതാണ് PB റേഷ്യോ. അപ്പൊ നമ്മൾ സാധാരണ PB റേഷ്യോ ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ അങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം മാർക്കറ്റിലുള്ള ഷെയറിന്റെ പ്രൈസ് ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെയോ പ്രതീക്ഷയുണ്ട്, അവർ കൂടുതൽ പ്രൈസ് കൊടുക്കാനായിട്ട് റെഡിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതൊരു പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ അത്തരം സ്റ്റോക്കുകൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് സേഫ് ആണ്. നേരെ മറിച്ചാണ് നിങ്ങളുടെ PB റേഷ്യോ ലെസ് ദാൻ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിനെങ്കിൽ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, അതൊന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതുപോലെ ബുക്ക് വാല്യൂ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബുക്ക് വാല്യൂ കുറച്ച് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഓട്ടോമൊബൈൽ കമ്പനി, അവർക്ക് കൂടുതലായിട്ട് മെഷീനറികളും വലിയ വലിയ ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്, ഒരു അസറ്റ് എന്ന് പറയുന്നത് തന്നെ കൂടി. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബുക്ക് വാല്യൂ കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് അങ്ങനെ മെഷീനറികളോ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് അവരുടെ അസറ്റ്സ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കും. ലൈക്ക് സോഫ്റ്റ്വെയർസ്, ലൈസൻസസ്, പേറ്റന്റ്സ്, അങ്ങനത്തെ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റാത്ത ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ബുക്ക് വാല്യൂ കുറവായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഓട്ടോമൊബൈൽ സെക്ടറിനൊക്കെ കൂടുതലാണ് ബുക്ക് വാല്യൂ, അതുപോലെ പക്ഷെ സോഫ്റ്റ്വെയറിന് ബുക്ക് വാല്യൂ കുറവാണ്. അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ കാര്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അടുത്ത പാരാമീറ്റർ നോക്കാം, ഡിവിഡൻഡ് പെർസെന്റേജ്. ഡിവിഡൻഡ് എന്ന് പറയാൻ നമുക്കറിയാം, ഒരു കമ്പനി അവരുടെ ലാഭത്തിന്റെ ഒരു പോർഷൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ ഡിവിഡൻഡ് തുക എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ അവർ അങ്ങനെ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു പെർസെന്റേജ് ആയിട്ട് കൂടെ പറയാറുണ്ട്. അതായത് ഞങ്ങൾ കഴിഞ്ഞ വർഷം 200% ഡിവിഡൻഡ് കൊടുത്തു, അല്ലെങ്കിൽ 300% ഡിവിഡൻഡ് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഇത്ര വലിയ പെർസെന്റേജ് ഒക്കെ കേൾക്കുമ്പോൾ അതൊരു വലിയ തുകയായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇവർ ഈ പെർസെന്റേജ് പറയുന്നത് ആ ഷെയറിന്റെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഫേസ് വാല്യൂ എന്താണെന്നൊക്കെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 4 ഫേസ് വാല്യൂസ് ആണുള്ളത്. 1 അഥവാ 2 അഥവാ 5 അഥവാ 10. ഈ 4 ഫേസ് വാല്യൂസ് മാത്രമേ ഓരോ ഏത് ഷെയറിനും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ
ഞാൻ പറഞ്ഞ പോലെ 200% എന്നൊക്കെ പറയുന്നത് ഈ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം നോക്കുകയാണ്. ഒരു കമ്പനി 100 രൂപ ഷെയറിന് വിലയുള്ള ഒരു കമ്പനി, അതിന്റെ ഫേസ് വാല്യൂ 1 രൂപയാണെങ്കിൽ അവർ പറയുകയാണ് ഞങ്ങൾ 100% ഡിവിഡൻഡ് കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡറിന് ഒരു ഷെയറിന് കിട്ടിയിരിക്കുന്നത് 1 രൂപയായിരിക്കും. അതാണ് ഡിവിഡൻഡ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ ഡിവിഡൻഡ് പെർസെന്റേജ് വെച്ചിട്ട് ഒരിക്കലും ഏത് കമ്പനിയാണ് കൂടുതൽ ഡിവിഡൻഡ് തരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കാനുള്ള അടുത്ത ടൂളാണ് ഡിവിഡൻഡ് ഈൽഡ്. അതാണ് നമ്മുടെ അടുത്ത പാരാമീറ്റർ. ഡിവിഡൻഡ് ഈൽഡിന്റെ അപ്പൊ നമുക്ക് ഫോർമുല നോക്കാം. ഫോർമുല പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് എമൗണ്ട് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ആ ഷെയറിലുള്ള മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അതാണ് ഡിവിഡൻഡ് ഈൽഡ്. ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ 1000 രൂപ ഇൻഫോസിസിന്റെ ഷെയറിൽ ഇട്ടാലാണോ അതോ റിലയൻസിന്റെ ഷെയറിൽ ഇട്ടാലാണോ എനിക്ക് കൂടുതൽ ഡിവിഡൻഡ് കിട്ടുക എന്നാണ് ഈ ഫോർമുല നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 കമ്പനീസ്, കമ്പനി എ കമ്പനി ബി, രണ്ടുപേരും സെയിം ഡിവിഡൻഡ് ആണ് തരുന്നത്. 2 രൂപയാണ് ഡിവിഡൻഡ് തരുന്നത്. പക്ഷെ കമ്പനി എന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്, കമ്പനി ബിന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പൊ ആ ഷെയർ പ്രൈസിലാണ് വ്യത്യാസമുള്ളത്. അങ്ങനെയാണെങ്കിൽ കമ്പനി എന്റെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുല വെച്ച് ഡിവിഡൻഡ് ഈൽഡ് കിട്ടുന്നത് 2%. നേരെ മറിച്ച് കമ്പനി ബിയുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 1%. അപ്പൊ നമുക്ക് മനസ്സിലായി കമ്പനി എക്കാണ് ഡിവിഡൻഡ് ഈൽഡ് കൂടുതലുള്ളത്. അപ്പൊ കമ്പനി എ ആയിരിക്കും എനിക്ക് കൂടുതൽ ഡിവിഡൻഡ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഡിവിഡൻഡ് തരുന്ന കമ്പനി ഏതാണെന്ന് വെച്ചാൽ കമ്പനി എ ആയിരിക്കും. അപ്പൊ ഈ ഡിവിഡൻഡ് ഈൽഡ് കൂടുക എന്ന് പറഞ്ഞാൽ അത് 2 കേസസിലാണ് ഈ ഡിവിഡൻഡ് ഈൽഡ് കൂടുന്നത്. ഒന്നല്ലെങ്കിൽ ശരിക്കും കമ്പനി നല്ല ഡിവിഡൻഡ് തരുന്നുണ്ട്, അപ്പൊ ഡിവിഡൻഡ് ഈൽഡ് കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട്. ഷെയറിന്റെ പ്രൈസ് ഇപ്പോൾ എന്താ പറയാ ചെറിയ വാല്യൂലാണ് ഷെയർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷെയർ പ്രൈസ് ഇടിഞ്ഞാലും ഈ ഡിവിഡൻഡ് നമ്മൾ ഫോർമുലയിൽ കാണുന്ന പോലെ ഡിവിഡൻഡ് ഈൽഡ് കൂടും. അതാണ് അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡിവിഡൻഡും ഡിവിഡൻഡ് ഈൽഡും ഒന്നും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് നോക്കേണ്ട ഫാക്ടേഴ്സ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ് കുറവുള്ള സ്റ്റോക്സ് ആണ് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ക്യാപിറ്റൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ നല്ലത്. കാരണം സാധാരണ കമ്പനികളൊക്കെ ഡിവിഡൻഡ് അങ്ങനെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്ന കമ്പനീസ് ഡിവിഡൻഡ് അങ്ങനെ കൊടുക്കില്ല. അവര് പ്രോഫിറ്റ് വീണ്ടും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി ഗ്രോ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ അത്തരം കമ്പനികളായിരിക്കും നമുക്കും ഇൻവെസ്റ്റ്മെന്റിന് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാരാമീറ്റർ നോക്കാം, റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഇത് വളരെ ഒരു പവർഫുൾ പാരാമീറ്റർ ആണ്. ഒരു ഒട്ടും ട്രിക്കി ഒന്നും അല്ലാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. തീർച്ചയായിട്ടും എന്തായാലും ഒരു ഷെയർ ഹോൾഡർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാരാമീറ്റർ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. നമുക്ക് ഫോർമുല നോക്കാം. ഫോർമുല പറയുന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്, എല്ലാ ടാക്സും ഇൻട്രസ്റ്റും എല്ലാം അടച്ചു കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഇക്വിറ്റി. അതായത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഫണ്ട് റേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ ഫണ്ട് വെച്ച് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ റിട്ടേൺ എത്രയാണ് അതാണ് നമുക്ക് ഈ ROE പെർസെന്റേജ് കാണിച്ചു തരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ROE എന്ന് പറയുന്നത് ഒരു 12% മുകളിലായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 12% എന്നുള്ളത് ഒരു ബെഞ്ച് മാർക്ക് വാല്യൂ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ബാങ്കിലെ FD ഇടുമ്പോൾ നമുക്ക് 8% വരെയൊക്കെ ഇൻട്രസ്റ്റ് കിട്ടാം. FD, RD അങ്ങനത്തെ സേവിങ്സ് സ്കീംസിലൊക്കെ. അപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടണം, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പല ചാർജസും എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ ROE എന്ന് പറയുന്നത് 12% എബവ് ആയാലേ നമ്മുടെ ഈ റിക്വയർമെന്റ്സ് എല്ലാം വരുള്ളൂ. അതുപോലെ ഇനി അടുത്ത പാരാമീറ്റർ നോക്കിയാൽ അത് ROCE ആണ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അതായത് ഒരു കമ്പനിയുടെ മൊത്തം ക്യാപിറ്റൽ, ഇതിലിപ്പം നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് ഉണ്ടാവാം, കമ്പനിയുടെ ഫൗണ്ടേഴ്സിന്റെ ഫണ്ട് ഉണ്ടാവാം, കമ്പനി എടുത്ത ലോൺ ഉണ്ടാവാം. അത്തരത്തിൽ മൊത്തം കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മൊത്തം ക്യാപിറ്റൽ അത് കൺസിഡർ ചെയ്തിട്ടാണ് അതിൽ നിന്ന് കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഒന്നും കുറയ്ക്കാത്ത ലൈക് പ്ലെയിൻ പ്രോഫിറ്റ്, അതായത് ഇൻട്രസ്റ്റ് കുറച്ചിട്ടില്ല, ടാക്സ് കുറച്ചിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല, അതിലുള്ള പ്ലെയിൻ പ്രോഫിറ്റ്
അതാണ് ROCE നമുക്ക് കാണിച്ചു തരുന്നത്. ഫോർമുല നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ, അതാണ് ROCE. അപ്പൊ ഈ ROCE യൂഷ്വലി ഒരു 15% മുകളിലായിരിക്കണം. കാരണം അതിന് കമ്പനിയുടെ ലോൺ ഇൻക്ലൂഡഡ് ആണ്. കമ്പനിക്ക് ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് റീപേ ചെയ്യാനുള്ളതാണ്. അപ്പൊ ലോണിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 13-14% ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൂടെ കവർ ചെയ്യാനുള്ള റിട്ടേൺ, അതിനെ കവച്ചു വെക്കുന്ന ഒരു റിട്ടേൺ കമ്പനി ജനറേറ്റ് ചെയ്യണം. അതായിരിക്കും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ നമുക്ക് ROCE എന്ന് പറയുന്നത് 15% ആണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. അപ്പൊ ഈ രണ്ട് പാരാമീറ്റേഴ്സും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. ROE ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 12% ആൻഡ് ROCE ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 15%. അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒട്ടും ട്രിക്കി അല്ലാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ഈ റിട്ടേൺസ് റേഷ്യോസ്. അപ്പോ ഇതാണ് നമ്മളുടെ ഫുൾ ഒരു നമ്മൾ പറഞ്ഞ പോലെ 9 പാരാമീറ്റേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു 2 വീഡിയോസിലായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാരാമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതും ഈ പാരാമീറ്റേഴ്സിന്റെ ഒക്കെ വാല്യൂസ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റും അത് വെച്ച് എങ്ങനെ നമുക്ക് ഒരു ചെറിയ അനാലിസിസ് ഒക്കെ നടത്താമെന്നാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ കൂടെ വാച്ച് ചെയ്താലേ ഈ സീരീസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ബൈ.